Hi, hello everyone. My name is Lakshmi Babu. Free PT series in the class la nammal endha padikkan povunennu ariyo PT essay de body paragraph engane ezhudana. Actually in the last class we discussed how we can write an introduction perfectly. Valare clean aayittu neat aayittu njan paranju thanirunnu engane introduction ezhudana, and this is the continuation of that class. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു എസ്സേ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെയും കൺക്ലൂഷൻ്റെയും ഇടയിൽ വരുന്ന പാരഗ്രാഫുകളെയാണ് വി ആക്ച്വലി കോൾ ഇറ്റ് ആസ് ബോഡി പാരഗ്രാഫ്. അപ്പോൾ ആ ബോഡി പാരഗ്രാഫിൽ എന്തൊക്കെ സെൻറ്റൻസുകൾ എങ്ങനെയൊക്കെ എഴുതണം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നോക്കിയാലോ. നോക്കിക്കേ, ഇൻ എ ബോഡി പാരഗ്രാഫ് വി നീഡ് ആക്ച്വലി 4 points. The first one is the main points, second one is the supporting point, next one is example, and the last one is closing sentence. ഇതിൽ മെയിൻ പോയിൻറ്റ്, സപ്പോർട്ടിംഗ് പോയിൻറ്റ്, എക്സാമ്പിൾ, ക്ലോസിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ബോഡി പാരഗ്രാഫിൽ മസ്റ്റായിട്ടും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ കയറുള്ളൂ. അത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തിയറി അറിയായിരിക്കും, മെയിൻ പോയിൻ്റ് എഴുതണം, എക്സാമ്പിൾ എഴുതണം എന്നൊക്കെ അറിയായിരിക്കും. പക്ഷേ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയനെ എങ്ങനെയാണ് മെയിൻ പോയിൻ്റ് ആക്കുക, അതിനെ എങ്ങനെയാണ് സപ്പോർട്ടിംഗ് പോയിൻ്റ് ആക്കുക, എങ്ങനെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ കൊടുക്കാം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതറിയാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നോക്കിക്കേ, നിങ്ങൾക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഷുഡ് ബി ഗിവൺ ഫ്രീ, ഡു യു എഗ്രി ഓർ ഡിസഗ്രി, ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് തരുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്താ ആൻസർ കൊടുക്കേണ്ടത്? തീസിസ് ആയിട്ട് എഗ്രി ചെയ്യണം അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യണം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കണം, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഗ്രി ചെയ്യുവാണെങ്കിലും ഡിസഗ്രി ചെയ്യുവാണെങ്കിലും ഇറ്റ് ഹാസ് എ റീസൺ, റൈറ്റ്? ഒരു റീസൺ കാണുമല്ലോ നമുക്ക് എഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനും. ആൻഡ് ദാറ്റ് റീസൺ ഷുഡ് ബി ഗിവൺ ആസ് ദി മെയിൻ പോയിൻറ്റ്. ഓക്കെ, വൈ യു എഗ്രി ഓർ വൈ യു ഡിസഗ്രി, അതിൻ്റെ ആൻസറാണ് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിൻ്റ് ആണ് സപ്പോർട്ടിംഗ് പോയിൻറ്റ്. സപ്പോർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഹൗ യു ക്യാൻ സപ്പോർട്ട് ഓർ ഹൗ യു ക്യാൻ എഗ്രി ടു ദാറ്റ് പോയിൻറ്റ്. നമ്മളെന്തായാലും ഒരു മെയിൻ പോയിൻ്റ് ആയിട്ട് കൊടുക്കും. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ മെയിൻ പോയിൻ്റ് ആയിട്ട് കൊടുക്കും. ആ മെയിൻ പോയിൻറ്റിനോട് ഹൗ യു ക്യാൻ സപ്പോർട്ട് ഓർ ഹൗ യു ക്യാൻ എഗ്രി എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ ഹൗ എന്നുള്ള അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റിനോട് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് ആ ആൻസറാണ് സപ്പോർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി മെയിൻ പോയിൻറ്റും സപ്പോർട്ടിംഗ് പോയിൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടതാണ് എക്സാമ്പിൾ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ പോയിൻറ്റിനെ, ഒപ്പീനിയനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാം. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു കണക്ട് ഇട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ഫൈനൽ പോയിൻ്റ് ഈസ് ക്ലോസിംഗ് സെൻറ്റൻസ്. ക്ലോസിംഗ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് യു സെഡ്. മെയിൻ പോയിൻ്റായിട്ടും സപ്പോർട്ടിംഗ് പോയിൻ്റായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞോ അത് ഒന്ന് റീഫ്രേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് പോലെ എഴുതുന്നതാണ് നമ്മുടെ ക്ലോസിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഇഫ് യു റൈറ്റ് ഓൾ ദീസ് 4 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും സ്കോർ കിട്ടും. ക്ലിയർ ആണോ? സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. വി വിൽ റെസ്പോണ്ട്. ഇനിയുള്ള PT-യുടെ ഫ്യൂച്ചർ ക്ലാസ്സുകളും വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ PT, OET, TOEFL, IELTS ഏത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ജോയിൻ അവർ ടെലഗ്രാം ചാനൽ ആൻഡ് ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.